ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരു കോഫി ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. സാധാരണ എല്ലാവർക്കും കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കും. നമ്മൾ പല തരത്തിലുള്ള കോഫികൾ നമ്മൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കോഫിയാണ് ഉണ്ടാക്കുന്നത് ബട്ടർ കോഫിയാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ കോഫി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ബട്ടർ ചേർത്തിട്ടാണ് ഈ കോഫി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും ആദ്യം നല്ല ചൂടായിരുന്നു, ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ബട്ടർ കോഫി കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സോൾട്ട് ഇല്ലാത്ത ബട്ടറിന് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ സോൾട്ടുള്ള ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബട്ടർ 4 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ് വേണ്ടത്. കണ്ടൻസ് മിൽക്ക് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ റെസിപ്പി കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. അത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാലും പഞ്ചസാരയും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടൻസ് മിൽക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പൈസയാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഈ കണ്ടൻസ് മിൽക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് വേറൊരു സാധനം കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ നമ്മുടെ നാട്ടിലേക്കും പണ്ട് കാലങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലാണ് ഞാൻ കണ്ടേക്കുന്നത്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഒരു നാട്ടിൻപുറത്താണ്. അപ്പോൾ അവിടേക്കും മുട്ട അടിച്ചിട്ട് ചായ അല്ലെങ്കിൽ കാപ്പിക്ക് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ വേണം. അപ്പോൾ കോഫി പൗഡർ എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കണം കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലേക്കും കട്ടൻ കാപ്പിയും കുടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ കാപ്പിപ്പൊടി എടുക്കുമല്ലോ, ആ കാപ്പിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബ്രൂ കോഫി അല്ലെങ്കിൽ നെസ്കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, ആ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കോഫി പൗഡർ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നെസ്കോഫിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാലും വേണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ ഈ മിക്സ് വെച്ചിട്ട് ഒരു 4 അല്ലെങ്കിൽ ഒരു 4.5 ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അപ്പോൾ ചെറിയ ഗ്ലാസ്സിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ഗ്ലാസ് കോഫി വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. മിക്സിങ് റെഡിയാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഒരു തിക്ക് ക്രീമായിട്ടാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ക്രീം ചേർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് പാലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഇതേപോലത്തെ വലിയ ഡബ്ബയിലാണ് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇവിടെ പാല് നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ പാല് നമുക്കണ്ട് നീക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് എന്ത് ചേർക്കാം? ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്ന ബട്ടറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. ബട്ടർ ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒഴിച്ചിട്ട് കോഫി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ആ കോഫി പൗഡർ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കോഫി പൗഡർ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മാത്രമേ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു കടുപ്പം ഉണ്ടാവുള്ളൂ കാപ്പിക്ക്. കാപ്പി കാണാനായിരുന്നാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കാപ്പി ഭയങ്കര ലൈറ്റായിട്ടിരിക്കും. 3, 4 ഇതിപ്പോൾ നെസ്കോഫി ഉണ്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ബ്രൂ ആണെങ്കിലും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, കാരണം ഞാൻ നെസ്കോഫിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ബ്രൂ കോഫി ആണെങ്കിൽ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. പക്ഷേ അത്രയ്ക്ക് തന്നെ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലേ. എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ കണ്ടൻസ് മിൽക്ക് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അന്ന് വനിതയിൽ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും പുറത്ത് ടൗണിലേക്ക് പോകുമ്പോൾ കണ്ടൻസ് മിൽക്ക് വാങ്ങും. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനൊന്നുമല്ല, ഇതിങ്ങനെ
കുറേശ്ശെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇന്നൊക്കെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റില്ല. പക്ഷെ അന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ന് പിന്നെ നമ്മൾ മധുരമൊന്നും അത്രയ്ക്ക് അധികം കഴിക്കില്ലല്ലോ. ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോഴായിരിക്കും ബേക്കറിയിൽ കയറാം മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാം. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോൾ കുറേയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. എന്തായിരുന്നാലും ഈ കൈമ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് തോന്നും. നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. അപ്പം ഞാനിവിടെ മുട്ട ഫുള്ളായിട്ടുണ്ടോ ചേർക്കണത്. അപ്പോൾ നമ്മുടെ മിക്സിങ് ഉണ്ടാക്കാനുള്ളതെല്ലാം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് കറക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ല ക്രീം പോലെ കിട്ടും. അപ്പോൾ ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. നമ്മളിങ്ങനെ കറക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല സ്പീഡിലിട്ടിട്ട് ചെയ്യണ്ട കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് പതുക്കെ ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇനി നോക്കട്ടെ കേട്ടോ ഇത് ക്രീമായിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ വേറൊരു ഗ്ലാസ്സിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഇതേപോലെ ഇങ്ങനെ നല്ല ക്രീം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ബട്ടർ കോഫിയുടെ മിക്സിങ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല ഡാർക്ക് കളറ്. ഇതേപോലെ തന്നെ നല്ല ക്രീം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ഫസ്റ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഷെൽഫിൻ്റെ അടിയിലൊക്കെ പ്ലഗ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കുത്താനൊക്കെ ആയിരുന്നാലും നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പുതിയതൊക്കെ ആയിട്ട് വീട് പണിയുമ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്ലഗ് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കാം, ഓണാക്കാം. അല്ലെങ്കിൽ ഈ മിക്സിങ് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് കാപ്പിക്കുള്ള കാപ്പി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. കാരണം ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കണം. അല്ലെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലാണ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിങ് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാല് തിളച്ച് കഴിഞ്ഞ വഴിക്ക് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് അങ്ങോട്ട് തിളച്ച വഴിക്കാനാണ് ഓഫ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ പാലിൽ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അവർ പാലിങ്ങനെ തിളപ്പിച്ചിട്ടേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ആ കാപ്പി കുടിക്കുമ്പോൾ ആ കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ കിടക്കണം. അപ്പോൾ ആ പാലിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ആണ്ട് വറ്റിയിട്ട് വരും. അപ്പോൾ പാല് ഞാനിവിടെ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമ്മുടെ മിക്സിങ് ഉണ്ടല്ലോ, ആ മിക്സിങ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ പാല് നല്ല ചൂടോട് കൂടിയിട്ട് ചേർക്കണം കേട്ടോ. പാല് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, നല്ല തിളച്ച പാലായിരിക്കണം ചേർക്കേണ്ടത്. ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ കോഫി ഉണ്ടാക്കാനുള്ള മിക്സിങ് റെഡി ആയിട്ടുണ്ട്. പാലും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ കോഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് മിക്സിങ് ചേർക്കുക. നമ്മൾ എടുക്കണ ആ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം മിക്സിങ് ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പക്ഷേ ഈ മിക്സിങ് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ ഇത്രയും കൂടി ബാക്കിയുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു 3 ഗ്ലാസ്സിലേക്കുള്ളതും കൂടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചേക്കണ പാല് ചേർക്കാം. ഇനി നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൻ്റെ പത കുറച്ചെടുത്തിട്ട് കാപ്പിയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് കുടിക്കാനാണ് ഈ കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇപ്പോൾ നമ്മുടെ ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മനസ്സിലൊന്നൊരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റെസിപ്പി കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു ഐഡിയ തോന്നി. ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ മുട്ടയ്ക്ക് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കി. എനിക്ക് സാധാരണ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്, അത് പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. പിന്നെ കാപ്പി കുടിക്കുമ്പോൾ കുറേ നമ്മൾ കുടിക്കരുത് കേട്ടോ. കാരണം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നമ്മൾ കാപ്പി കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഗ്ലാസ്സിലായിരിക്കും അവർ തരാം. ഒരു 7-8 സിപ്പ് കുടിക്കാനുള്ള കാപ്പി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മളത് കുടിക്കുമ്പോഴായിരുന്നാലും നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ഒരു 2-3 സിപ്പ് കഴിച്ച് കഴിയുമ്പോൾ പിന്നെയും കുറേ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഇതേപോലെ കാപ്പി കുടിക്കുമ്പോൾ ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് എമൗണ്ട് കുടിക്കുക, അപ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മിയ കിച്ചൻ ആഴ്ചയിൽ തിങ്കളാഴ്ച തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച വരെ മിക്ക ദിവസം വീഡിയോസുകൾ ഇടാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൽ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാവും, അതുമേയും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഇമെയിലാണ് നിങ്ങൾ യൂട്യൂബ് സൈനപ്പ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയ വീഡിയോസുകൾ കാണാൻ ആഗ്രഹമുള്ളവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി അടുത്ത ഒരു പുതിയ അടിപൊളി റെസിപ്പിയായിട്ട് നാളെ വരാം. ഇനി ഞാൻ കാപ്പിയൊന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാല് നല്ല തിളച്ച പാലായിരിക്കണം. പാല് ചൂടാറിയിട്ട് ചേർക്കരുത്, നല്ല ചൂടോട് കൂടിയിട്ട് ചേർക്കുക. ചൂടാറിയിട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിക്ക് മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടാവും. ഇതേപോലെ നല്ല തിളച്ച പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല. അത് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട് ഗ്ലാസ്സിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാപ്പി ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടം ഉണ്ടാവും. ആ ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. എല്ലാം കൂടിയിട്ടുള്ള ടേസ്റ്റായിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന കാപ്പിയിൽ നിന്ന് കുറച്ചും കൂടി നല്ല വ്യത്യാസമുണ്ട്. കാപ്പിക്ക് കുറച്ചും കൂടി നല്ലൊരു തിക്നെസ്സും ഉണ്ട് നമ്മൾ കുടിക്കുമ്പോൾ. ഇങ്ങനെ ഒരുപാട് വെള്ളം പോലെയല്ല നമുക്ക് അങ്ങനെ കുടിക്കുമ്പോൾ ഫീൽ ചെയ്യുക.